നമസ്കാരം. ജ്യോതിഷ ചക്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ശനിയുടെ അസ്തമയം, ശിവരാത്രി കഴിഞ്ഞാൽ ഈ 3 രാശിക്കാരുടെ തലവര തന്നെ മാറുന്നു. ഭാഗ്യം തെളിയും. ഇവരാരൊക്കെയെന്ന് നമുക്ക് നോക്കാം. 3 രാശിക്കാരുടെ തലവരയാണ് ഈ ഗ്രഹമാറ്റങ്ങളിലൂടെ മാറാൻ പോകുന്നത്. ഏതൊക്കെയാണ് ആ രാശിക്കാർ എന്ന് നോക്കാം. ഇടവം രാശിക്കാർക്ക്, അതായത് ഇതിൽ വരുന്ന നാളുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. കാർത്തിക കാൽഭാഗം, രോഹിണി മകയിരം അരഭാഗം. ഇതാണ് ഈ രാശിയിൽ വരുന്നത്. നിങ്ങൾ ഓർത്തു വെച്ചോളൂ, നിങ്ങളുടെ രാശി എന്ന് പറയുന്നത് ഇടവം രാശിയാണ്. ഈ കാലയളവിൽ സാമ്പത്തിക നേട്ടത്തിനുള്ള സാധ്യതയുണ്ട്. വരുമാനം വർദ്ധിക്കും. ജോലിയിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ബിസിനസ്സിലും ലാഭമുണ്ടാകും. പുതിയ തൊഴിലവസരങ്ങൾ വന്നെത്തും. നിക്ഷേപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. ഇവരുടെ നാളുകൾ ഈ മിഥുനം രാശിയിൽ വരുന്ന നാളുകാരുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. മിഥുനം രാശി എന്ന് പറയുന്നത് മകയിരം അരഭാഗം, തിരുവാതിര പുണർദത്തിൻ്റെ 3/4 ഭാഗം. ഇതാണ് മിഥുനം രാശിയിൽ വരുന്ന നാളുകാർ. മിഥുനം രാശിക്കാർക്ക് അനുകൂല കാലയളവാണിത്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല വാർത്ത ലഭിക്കും. ബിസിനസ്സുകാർക്ക് കാര്യമായ ലാഭം പ്രതീക്ഷിക്കാം. നിക്ഷേപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ലാഭം നേടാനാകും. കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കും. അംഗീകാരവും പദവികളും നിങ്ങളെ തേടിയെത്തും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സമയമാണിത്. വിദേശയാത്രയ്ക്ക് അവസരമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. അടുത്ത നമ്മുടെ രാശി, ശിവരാത്രിക്ക് ശേഷം നേട്ടം കൊയ്യാൻ പോകുന്ന ഒരു രാശിയാണ് കുംഭം രാശിക്കാർ. ഇതിൽ വരുന്ന നാള് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കുംഭം രാശിയിൽ വരുന്ന നാളുകാരാണ്. കുംഭം രാശിക്കാർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അവിട്ടത്തിൻ്റെ അരഭാഗം, ചതയം പൂരുരുട്ടാതിയുടെ 3/4 ഭാഗം. ഇവരാണ് കുംഭം രാശിയിൽ വരുന്ന നാളുകാർ. ഇനി ഇവർക്ക് എന്തൊക്കെയാണ് ലഭിക്കാൻ പോകുന്നതെന്ന് നോക്കാം. നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ലഭിക്കാനാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നു. ബിസിനസ്സിലും വലിയ നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും. പ്രമോഷൻ, ശമ്പള വർധനവ് തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരുടെ പിന്തുണയുണ്ടാകും. കരിയറിൽ പുരോഗതി ഉണ്ടാകും. ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൊതുവായിട്ടുള്ള ജാതകപ്രകാരം മാത്രമായിരിക്കും.